ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 43 അധ്യായം 19 വാക്യത്തിൽ, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഞാനിപ്പോൾ പുതിയതായി ഒന്ന് ചെയ്യുന്നു. നിർജ്ജന പ്രദേശ് ഞാൻ പാതകൾ ഒരുക്കും, മരുഭൂമിയിൽ ഞാൻ നീരുറവുകളെ തുറക്കും. പുതിയതായി ഒരു കാര്യം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം തൻ്റെ മക്കൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പല പാതകളും അടയപ്പെട്ടു പോയി. ശത്രുവായവൻ പല പാതകളിലും തടസ്സം നിന്നു. പല പ്രതികൂല ശക്തികളാൽ പലപ്പോഴും ദൈവത്തിന്റെ ജനം ഭാരപ്പെട്ടു. ഇതോർത്ത് വ്യാകുലതയോടെ ആയിരിക്കുന്ന ദൈവജനത്തോട് രാവിലെ സമയം പറയുകയാ, നിങ്ങളുടെ പാതകൾ പണ്ട് അടയപ്പെട്ടതായിരുന്നു. വെള്ളം കുടിക്കുവാനാകട്ടെ, ഒരു വഴി നടക്കുവാനാകട്ടെ നിങ്ങളെ അനുവദിക്കാതിരുന്നതുമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ അതിനെ ഓർത്തിപ്പോൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാത നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ആ പാത മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു പാത, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു വഴി, അതും നിങ്ങൾക്ക് സാധ്യമെന്ന് തോന്നുന്ന മേഖലയിൽ തന്നെ ആ പാത തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് മരുഭൂമിയിലെ നീരുറവയും നിർജ്ജന പ്രദേശത്തെ പാതയും. പ്രിയപ്പെട്ടവരെ, നിർജ്ജന പ്രദേശത്ത് പാത ഒരുക്കപ്പെടുവാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. ജനപ്പാർപ്പില്ലാത്തടത്ത് വഴി എന്തിനാണ്? എന്നാൽ ദൈവം തന്റെ ജനത്തെ കൊണ്ടുപോകുവാൻ പ്രത്യേകമായ വഴികളാണ് ഒരുക്കുന്നത്. ദൈവം തന്റെ ജനത്തെ അങ്ങനെയുള്ള പാതകളിൽ കൂടെ നടത്തി അത്ഭുതങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മരുഭൂമിയിൽ ഒരു നീരുറവ തുറക്കുക അസാധാരണമാണ്, സംഭവ്യമാണ്. എന്നാൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി സാധ്യതകളില്ലാത്ത മരുഭൂമിയിൽ ഒരത്ഭുതകരമായ വഴികൾ, അത്ഭുതകരമായ നീരുറവ തുറക്കാൻ പോവുകയാണ്. രാവിലെ സമയം ദൈവാത്മാവ് ഹൃദ്യമായി നമ്മോട് സംസാരിക്കുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. പണ്ട് നിങ്ങൾ മരുഭൂമിയിൽ വെള്ളത്തിനായി കേണ അനുഭവമുണ്ട്. നിങ്ങളൊരു നീരുറവയ്ക്ക് വേണ്ടി കൊതിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിനെ ഓർത്ത് അങ്ങനെ ആയിരിക്കുമെന്നുള്ള ആ ചിന്ത വിട്ടിട്ട് രാവിലെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. അങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 2025 അവസാന നാളുകളിൽ പുതിയ വഴി, പുതിയ പാത, ദൈവമൊരുക്കുന്ന പുതിയ അനുഭവങ്ങൾ നമുക്ക് വേണ്ടി അവൻ ഒരുക്കി കാത്തിരുന്നു കൊണ്ട് പറയുകയാ, കടന്നുവാ, എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഞാൻ ഈ പുതിയ അനുഗ്രഹങ്ങളാൽ പുതിയ വഴിയെ നടത്തും. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആമേൻ.